never faileth. His love passeth all understanding. The one who I trust is worthy of all praise. The peace of the Lord never faileth. His love passeth all understanding. The one who I trust is worthy of all praise. Oh, sing it out, shout it out, turn around, jump and praise. Say nothing can. ഓക്കെ, മന്ന ബോയ്സ് വേഴ്സസ് ആരൊക്കെയാണ്? ദെബോര ഗേൾസും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ മന്ന ബോയ്സോടാണെങ്കിൽ ഒറ്റ ഒരു ഉത്തരം പറയാനേ നിങ്ങൾക്ക് അവസരമുള്ളൂ. എന്താണ്? ഒറ്റ ഒരു ഉത്തരം. 10 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം? ഒറ്റ ഒരു ആൻസർ പറയണം. അത് ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് ആ ബോളിനിട്ട് അവിടെ ഇരിക്കുന്ന ആ ഗ്ലാസ്സിനിട്ട് എറിഞ്ഞ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് താഴെ പോവാണെങ്കിൽ ഓരോ ഗ്ലാസ്സിന് 100 പോയിന്റ് വെച്ചാണ്. എത്രയാണ്? അപ്പോൾ മനസ്സിലായല്ലോ ഗെയിമിൻ്റെ ഇത് മനസ്സിലായല്ലോ. ഒരു പ്രാവശ്യമേ ഒരാൾക്ക് ചാൻസ് ഉള്ളൂ. മീൻസ് ഒരാൾ ആൻസർ പറഞ്ഞെങ്കിൽ ആ ആൾക്ക് പിന്നെ റിപ്പീറ്റായിട്ട് ആൻസർ പറയാനുള്ള അവസരം ഇല്ല. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതേ എഴുന്നേറ്റ് എന്ന് വേണം പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ടീമിൽ നിന്ന് ഒരു പ്രാവശ്യം ഒറ്റ ഒരാൾക്കേ ഉള്ളൂ എന്ത് അവസരമുള്ള. അപ്പോൾ തുടങ്ങിയേക്കാം. ആര് ജയിക്കും? അപ്പോൾ ദെബോര ഗേൾസ് കീ, മന്ന ബോയ്സ് കീ, ദെബോര ഗേൾസ് കീ. അപ്പോൾ വാശിയേറിയ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്താവും? ജയിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മന്ന ബോയ്സിനോട് ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? 1 2 ഇരുന്നോണ്ട് പറഞ്ഞ നെഹ്റു ഇസ് ദ റൈറ്റ് ആൻസർ. മന്ന ബോയ്സിൽ നിന്ന് എറിയാൻ വേണ്ടി മന്ന ബോയ്സിന്റെ ചുണക്കുട്ടൻ വന്നിരിക്കുകയാണ്. നല്ലൊരു കൈഡിയോടെ സ്വാഗതം ചെയ്യുന്നു. എറിയുമ്പോൾ നല്ലൊരു ചീറപ്പ് കൊടുക്കണം മന്ന ബോയ്സ്. ഞാൻ പറയട്ടെ. ഇവിടെ നിന്ന് വേണം. കുട്ടപ്പ ഒന്ന് മാറിക്കടാ കുട്ടാ. ഓക്കെ, അപ്പൊ ഈ വര ഉണ്ട്. ഈ വരയുടെ അവിടെ നിന്ന് വേണം നമ്മൾ എറിയാൻ. നിങ്ങളൊക്കെ ഒന്ന് മാറിയിരിക്കണം. ആര് ചാടി എഴുന്നേക്കല്ലേ നിങ്ങൾക്ക് ടേറ് കിട്ടും. അപ്പോൾ നമ്മൾ തുറക്കട്ടെ. അപ്പോൾ വിസിലടിച്ചതിന് ശേഷം മാത്രം. റെഡിയാണോ മന്ന ബോയ്സ്? 0 0. 1 2 3. അപ്പോൾ ഒന്നാമത്തെ എയർ ഇവിടെ പാടായിരിക്കുകയാണ്. അടുത്ത ഗേൾസിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റെഡിയാണോ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? 10. ഗോവ ഇസ് ദ റൈറ്റ് ആൻസർ. മന്ന ബോയ്സിൽ നിന്ന് ദബോര ഗേൾസിൽ നിന്ന് കുറച്ചുകൂടെ 0. ദബോര ബോയ്സിൽ നിന്ന് ഇവിടെ കുറച്ച് മാറിയിരുന്നേ. കുറച്ച് മാറിയിരുന്നേ. എടാ അങ്ങോട്ട് മാറിയിരുന്നേ. അപ്പോൾ ദബോര ഗേൾസിൽ നിന്ന് വിസിലടിച്ച് റെഡി. 1 2 3. രണ്ടാമത്തെ എയർ മനോഹരമായി എയറിലൂടെ പോയിരിക്കുകയാണ്. ബോള് എയറിലൂടെ പോയിരിക്കുകയാണ്. 0-0 എന്ന അനുപാതത്തിൽ പോവുകയാണ്. ഇവിടെ ഉള്ളവർക്ക് ആർക്ക് എറിയാൻ അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ദ ബോയ്സിനോട് ചോദിക്കാൻ പോവുകയാണ്. ബൈബിളിൽ നിന്നാണ് ചോദിക്കാൻ പോകുന്നത്. റെഡിയാണോ? ഈസി ക്വസ്റ്റ്യൻ ആണ് ഞാൻ എല്ലാം ചോദിക്കുന്നത് എല്ലാവരോടും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ. ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാണ്? 117 is the right answer.
മന്ന ബോയ്സിൽ നിന്ന് ചുണക്കുട്ടൻ എറിയാൻ വേണ്ടി ഇവിടെ നിറഞ്ഞോ, ഇവിടെ 0-0. അപ്പോൾ മന്ന ബോയ്സ് അപ്പോൾ വളരെ മാശേറിയ മത്സരം നടക്കുകയാണ്. റെഡി 1 2 3. അവിടെ ഇരുന്ന് താഴെ പോയി എല്ലാ ഗ്ലാസ് 1 2 3 300 ബോയ്സ് നേടിയിരിക്കുന്നു. 400 താഴെ ഇറങ്ങപ്പെട്ടു. 400 ബോയ് എറിയാൻ അറിയുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല, സത്യമാണല്ലേ? യെസ്. അങ്ങനെ ഇന്നത്തെ ഗെയിമിൽ എനിക്ക് തോന്നുന്നു അറിയാം. എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ ഗേൾസിനോട് ചോദിക്കാൻ പോവുകയാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു മിഷണറി സ്റ്റോറി ഞാൻ പഠിപ്പിച്ചായിരുന്നു. ആ മിഷണറി സ്റ്റോറിയിലെ കഥാപാത്രത്തിൻ്റെ പേര് ഹെർമൻ ഗുണ്ടർട്ട് എന്നായിരുന്നു. ഹെർമൻ ഗുണ്ടർട്ട്. ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ മാറ്റമൊന്നുമില്ല, എനിക്കിഷ്ടമുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ജന്മസ്ഥലം 10 9 8 7. എനിക്കത് ഉറപ്പിച്ച് പറയണം. ലോക്കിയോ. ജർമ്മനിയുടെ വേറെ സ്ഥലപ്പേരുണ്ടായിരുന്നു, എന്താണ്? സ്റ്റട്ട്ഗാർട്ട് അല്ലേ? ജർമ്മനി ഈസ് ദ റൈറ്റ് ആൻസർ. ബോളതി അവിടെ ഇതിൽ നമുക്കറിയാം വാശിയേറിയ മത്സരത്തിൽ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോകും. 0-0. റെഡി 1 കുറച്ചും കൂടെ. ഓക്കെ. അപ്പൊ റെഡി 1 2 3 ആൻഡ് അവിടെ വെച്ച് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തേ. എനിക്ക് തോന്നുന്നു മുക്കടയിലുള്ള പെൺകുട്ടികൾക്കാണ് ഭാഗ്യം. താഴെ പോയിട്ടുണ്ടോ? താഴെ എത്ര ക്ലാസ് എറിഞ്ഞെന്ന് പറയട്ടെ? 900 പോയിന്റ്സ്. 9 ക്ലാസ് എറിഞ്ഞ് വീഴ്ത്തിയിരിക്കല്ലോ. അങ്ങനെ നമ്മൾ ഇതുവരെയും ഗെയിമുകളും ആക്ഷനും പാട്ടും ഒക്കെ കളിച്ചു. അങ്ങനെ ബോൾ എയറിലും ഈ വശത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും എറിയാൻ ചാൻസ് വന്നു. നിങ്ങൾ എറിയേണ്ട രീതിയിലല്ല, ഇവർ വന്ന് നോക്കിയിട്ടൊക്കെ എറിഞ്ഞ. നിങ്ങൾ വന്നിട്ട് വൈരാഗ്യം തീർത്ത പോലെ എറിഞ്ഞത് കുട്ടികളെ. ഓക്കെ. അങ്ങനെ ഈ വർഷത്തെ മനോഹരമായ അവസാന ദിവസത്തെ ഗെയിമിൽ 900 പോയിന്റോടുകൂടി മുക്കടയുടെ സുന്ദര കുട്ടികളായിരിക്കുന്ന ദെബോര ജേൽസ് ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഒരിക്കലും ആരുടെ മുൻപിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പിറന്നു വീണ മന്ന ബോയ്സ് 2ാം സ്ഥാനത്ത് റണ്ണറപ്പായി ഈ വർഷത്തെ VBSൽ നമ്മൾ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര പേര് കളിച്ചാലും 2 പേരും ഈ വർഷത്തെ ഗെയിമിൽ വിജയികളായി തീർന്നിരിക്കുന്നു. സമ്മാനം 2 പേർക്കും ഒരുപോലെയാണ് നാളെ നമ്മൾ തരുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണല്ലോ? അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി അങ്ങ് ദൂരെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ഒരു കൂട്ടുകാരൻ നമ്മൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമുക്ക് ക്ഷണിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് പറയട്ടെ സാറേ. അദ്ദേഹത്തിൻ്റെ പേരാണ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിൻ്റെ പേരാണ് ബണ്ണി. എന്താണ്? BUNNY. എന്താണ്? അപ്പൊ എല്ലാരും ഒന്ന് ബണ്ണി എന്നൊന്ന് ഉറക്കെ വിളിച്ചേ. ബണ്ണി വന്നോ? ഇല്ല. നോക്കിക്കേ, ബണ്ണി വന്നോ? നോക്കിക്കേ, ബണ്ണി വന്നോ?
ഇല്ല വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഉറക്കെ നമ്മൾ ബണ്ണിയെ വെൽക്കം ചെയ്യുന്നു. വെൽ 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 കം 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 വെൽ വെൽ കം കം വെൽക്കം ബണ്ണി. അപ്പൊ എല്ലാരും നല്ലൊരു കൈയടി കൊടുക്കുന്നു. നമ്മുടെ ബണ്ണിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നല്ല കൈയുടെ കൂടെ. നമ്മളെ ബണ്ണിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ബണ്ണി വേഗം വായോ. നല്ലൊരു കൈയുടെ കൂടെ നമ്മൾ ബണ്ണിയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ടോ? ബണ്ണി വരുന്നുണ്ടോ? നല്ല കൈയടിയോടെ ബണ്ണിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ബണ്ണി യെസ്, നമ്മുടെ ബണ്ണി ചേട്ടൻ നമ്മളെ കാണാൻ വേണ്ടി ഓടി വരുന്നു. നല്ലൊരു സ്വാഗതം, നല്ലൊരു കൈയടിയോടെ നമ്മുടെ ബണ്ണിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പാട്ടിട്ടോ എല്ലാവർക്കും കൈയൊക്കെ കൊടുക്കുന്നു. നമ്മുടെ ബണ്ണിച്ചേട്ടൻ നമ്മളെ കാണാൻ വേണ്ടി അങ്ങ് ദൂരെ അടിപൊളി. ഓക്കെ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ്. ഉയരെ എല്ലാവരും പാടിക്കേ. ഉയരെ ഞാൻ പറക്കും, ഉയരെ ഞാൻ പറക്കും. ഉയരെ ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്നെ തല്ലിക്കൊള്ളുമോ? ഉയരങ്ങളിൽ പറന്നിടുമേ. അടിപൊളി. ദൈവത്തിന്റെ തേജസ് ബണ്ണി ചേട്ടോ. ഓക്കെ, നല്ലൊരു കൈ കൊടുത്തേ ബണ്ണിക്ക്. ഹലോ, എല്ലാവരും അവിടെ ഇരുന്നേ. ഓക്കെ, നമ്മളെ കാണാൻ വേണ്ടി ഹായ്. വെൽക്കം ടു. ഓ, ബണ്ണി പറയുന്നത് ബണ്ണിയുടെ ലാംഗ്വേജ് എനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമെന്നാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ബണ്ണി പറയുന്നത് ഈ മുക്കടയിലുള്ള ഈ VBSലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അടിപൊളി സൂപ്പറാണെന്നാണ് ബണ്ണി പറയുന്നത്. ഓക്കെ, ഓ, പുള്ളിക്കാരൻ പറയുന്നത് വളരെ കേരളത്തിലെ VBSകൾ, എക്സലിന്റെ VBSകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എല്ലാവരെയും കാണുവാനും നിങ്ങളോടൊപ്പം ഒരുമിച്ച് പാട്ടുകൾ പാടുവാനും കഥകൾ പറയാനും ആഘോഷമാക്കി തീർക്കാനും ഒക്കെ ബണ്ണിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങളോടൊപ്പം ഡാൻസ് കളിക്കാൻ, ആക്ഷൻ കളിക്കാനൊക്കെ റെഡിയാണെന്നാണ്. ഓ, ആക്ഷൻ ഒക്കെ ചെയ്യാൻ ബണ്ണി റെഡിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബണ്ണിക്ക് എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ? ആർ യു റെഡി എന്ന് ഉറക്കെ പറഞ്ഞേ. ഒന്ന് റെഡിയാണോ എല്ലാവരും പറഞ്ഞേ. ഓക്കെ, പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾക്ക് സൗണ്ട് വളരെ കുറവാന്ന് പറയുന്നത്. ഗെയിമിന് ഭയങ്കര സൗണ്ട് അവിടം വരെ കേട്ടു. പക്ഷേ ഒരു പ്രാവശ്യം കൂടെ ആര് റെഡി എന്ന് ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഉറക്കെ പറയണം. ഓക്കെ, ചോദിച്ചോളൂ. Bunny, this is Manna Boys team. Oh. Yes. ഓക്കെ, ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് സൗണ്ട് കൂടുതലാണെന്നാ പറഞ്ഞേക്കുന്നത്. ഇവർക്കും വളരെ സൗണ്ട് കൂടുതലാന്ന് പറഞ്ഞ. അപ്പൊ ഒരുമിച്ചൊന്ന് ആരും റെഡി. ആരും റെഡി എന്ന് ഒരു പ്രാവശ്യം കൂടെ ചോദിക്കാൻ പോണ ബണ്ണി എന്നാണ്. ഓക്കെ, റെഡി ആണല്ലോ എല്ലാവരും? നല്ല ശക്തിയോടെ ഉറക്കെ പറയണം. റെഡി, 1 2 3 and go. Are you ready? Yes. Bunny.
തല മുട്ടയൊക്കെ അടിച്ചത് എന്താണെന്ന് അവൻ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ചൂട് ഭയങ്കര ചൂടാണ്, അതുപോലെ എൻ്റെ മുടി അങ്ങ് പൊഴിയുന്നുണ്ട്, കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആരും എന്നെ കല്യാണം കഴിക്കാൻ പുള്ളി പറയുന്നത് പുള്ളിക്കൊരു പെങ്ങളുണ്ടെന്ന്. ചേരുമെന്നോ? ഓക്കെ ബണ്ണി എന്തെങ്കിലും അപ്പോൾ ബണ്ണി ആക്ഷൻ ചെയ്യാണ്. ബണ്ണിയുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ആക്ഷൻ ചെയ്യാം. ബണ്ണി നിങ്ങളുടെ അടുത്തോട്ട് വരും, നിങ്ങൾ ബണ്ണിയുടെ അടുത്തോട്ട് വരണം. അപ്പൊ നമ്മൾ ഏത് പാട്ട് ആക്ഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കേട്ടില്ല. ഒറിജിനൽ പോലോ റാപ്പ് 2-3 ആക്ഷനൊക്കെ അങ്ങ് ചെയ്താലോ? 2-3 ആക്ഷനൊക്കെ ചെയ്യാം. ഓക്കെ, റെഡിയാണോ? ആർ യു റെഡി? Are you ready? ഓക്കെ അപ്പോൾ നമ്മൾ റെഡിയാണ്. പാട്ട് ഇടുന്നു. പ്ലേ ദ സോങ് ഒറിജിനൽ പോലും എല്ലാവരും ഒരുമിച്ച് ആക്ഷൻ ചെയ്യാം. സൂപ്പർ. ബണ്ണി നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്നുണ്ട്. വാ, അടിപൊളി. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും എന്റെ എല്ലാവരും നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ ബണ്ണി പറയുന്നത്. കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ നേരെ ചൊവ്വെ പൊക്കോണേ. എല്ലാരും ആക്ഷൻ ചെയ്തേ. അവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട്, ശ്രദ്ധിക്കണേ. മാറിയിരിക്കുന്ന നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളല്ലേ പിന്നെ പുറമേ കണ്ടാൽ അകമേ മുഴുവൻ അയ്യോ, പുറമേ കണ്ടാൽ പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം, പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ നാണം കെട്ടല്ലോ, വല്ലാത്ത കാലമാണി നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാണി നേരെ ചൊവ്വെ പൊക്കോണേ. എല്ലാരും ഒരുമിച്ച് നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ജുമ്മാകും 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 ജുമ്മാ ജുമ്മാകും 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 ജുമ്മാ. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാണി നേരെ ചൊവ്വെ പൊക്കോണേ.
ഉയരെ 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 Pandi cepat kau siapa tahu uyare ready to fly cepat kau siapa takkan welcome back Okay we are going to uyare uyare nan parakam are you ready to the celebration yeah Okay എല്ലാവരും ബണ്ണിനോട് ഒരുമിച്ച് നിങ്ങളൊക്കെ വന്നു ഒരുമിച്ച് അടിച്ചു പൊളിക്കാം come on everyone come on മാറിക്കാം അങ്ങോട്ട് കയറി കളിച്ചേ One, two, three, four. Hey! ഇത് ചിറകടിച്ച് ഉയരും കാലം ഉയരങ്ങളിൽ പറക്കും കാലം ഇത് ചിറകടിച്ച് ഉയരും കാലം ഉയരങ്ങളിൽ പറക്കും കാലം ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതായി ഉയരങ്ങളിൽ ഉയരെ 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 ഞാൻ പറക്കും 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 ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുമേ എല്ലാവരും ഒരുമിച്ച് ചെയ്തു മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ അടിപൊളി മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ സൂപ്പർ മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുമേ ഉയരെ 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 ഞാൻ പറക്കും 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 ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ വനാന്തരത്തിൽ സുற்றுനാളുകൾ മുടിந்து വിട്ടത് നേരം വന്നു മതിൽகளை நான் தாண்டும் நேரம் வந்து விட்டது உன்னதரின் மகிமை என் மேலுதிச்சதா சிறகடித்து பறந்திடுவே உன்னதரின் மகிமை என் மேலுதித்ததா சிறகடித்து பறந்திடுமே உயரே 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 நான் பறப்பேன் 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 உன்னதரின் மகிமை என் மேலுதித்ததா சிறகடித்து பறந்திடுவே உன்னதரின் மகிமை என் மேலுதித்ததா சிறகடித்து பறந்திடுவே உயரே 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 நான் பறப்பேன் 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 बोलो प्रभु यीशु मसीह की बोलो प्रभु यीशु मसीह की എല്ലാവരും സന്തോഷമാണോ ബണ്ണി റാപ്പോ Are you tired? Are you tired? Are you tired? You want water?
ഓ പുള്ളിക്കാരൻ ഓൾറെഡി ടയേർഡായി. പക്ഷേ ready Achutu? Are you ready? Yeah, okay. But some ഭയങ്കരമായി റാപ്പ് സോങ്. ഓക്കെ, റാപ്പ് സോങ് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ റാപ്പ് സോങ്ങിലേക്ക് പോകണം. ആർ യു റെഡി? എല്ലാവരും ആക്ഷൻ ചെയ്തേ. ഭയങ്കരം അതിശയം എന്നുടെ സൃഷ്ടി മാതരം അതിമാതരം എന്നുടെ സൃഷ്ടി ഭയങ്കരം അതിശയം എന്നുടെ സൃഷ്ടി മാതരം അതിമാതരം എന്നുടെ സൃഷ്ടി എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ Ready to the rap, ഇനി ചോദിച്ചേൽ കുറ്റപ്പറച്ചിലൊന്നും തന്നെ ഇല്ല. പരാതി പീഡകങ്ങളിൽ ഇല്ല ഇല്ല ഇല്ല. എന്നപ്പനമ്മ സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം. ജീവകാല ജീവിക്കും ഞാൻ വഴിയിലെന്നും. ഇനി ചോദിച്ചേൽ കുറ്റപ്പറച്ചിലൊന്നും തന്നെ ഇല്ല. പരാതി പീഡകങ്ങൾ ഇനി ഇല്ല ഇല്ല ഇല്ല. എന്നപ്പനമ്മ സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം. ജീവകാല ജീവിക്കും എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ എന്നുടെ താതൻ. ചിന്തകൾ എൻ ചിന്തകൾക്കും അപ്പുറം എൻ നിലവുകൾക്കും അപ്പുറം എന്നെ നന്നായി മെനഞ്ഞു എന്നുടെ താതൻ Everyone jump 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 jump. Hey 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 oh 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 oh. Hey. ഓക്കെ അവിടെ പോയിരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു. ഓക്കെ, ബണ്ണിക്ക് വീട്ടിൽ പോകണം, സമയമായി, വീട്ടിൽ കയറാൻ സമയമായി ബണ്ണിക്ക്. ഓക്കെ ബണ്ണി, ആർ യു ഗോയിങ്? I'm going. ഓക്കെ, വി വിൽ മീറ്റ് യു അഗെയിൻ. ഓക്കെ ബൈ. എല്ലാവരും ഒരു ബൈ പറഞ്ഞ ബണ്ണി അങ്കിൾ. ബണ്ണി നമ്മളെ വിട്ടു പോയാണ്. എല്ലാവരും ബണ്ണി ബൈ ബൈ ബണ്ണി ബൈ ബണ്ണി ബൈ ബണ്ണി ബൈ 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 ബൈ. മുക്കടയിലുള്ള വേൾഡ് റിവൈവൽ ചർച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് VBS വളരെ ആഘോഷകരമായിട്ട് ഞങ്ങൾ നടത്തി. ഒരുപാട് ടീച്ചേഴ്സ് നന്നായിട്ട് അവർ ക്ലാസ്സുകൾ എടുത്തു. അവരുടെ പേഴ്സണലി അവർക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്നാണ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞത്. ഇത്രയും ടീച്ചേഴ്സ് ആയിരുന്നു നമ്മുടെ ഈ വർഷത്തെ VBSൽ വളരെ അനുഗ്രഹമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ? വളരെ നന്നായിരുന്നു. വളരെ നല്ലതായിരുന്നു. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പാട്ടുകളും ആക്ഷനും ഒക്കെ കളിച്ചപ്പോൾ നിങ്ങൾ വളരെ സന്തോഷമായിരുന്നോ? നല്ല സന്തോഷമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണലി കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? യെസ് ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള ദൈവം കൃപ തന്നു. കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് ജോയിൻ ചെയ്തു. പിള്ളേർക്കൊക്കെ അവർക്ക് ദൈവത്തിൻ്റെ 2 വാക്യം പഠിക്കാനായിട്ട് പറ്റി. നല്ല രീതിയിൽ പിള്ളേരെല്ലാം സഹകരിച്ചു. വളരെ സന്തോഷമായിരുന്നു നിങ്ങളോട് ഒരുമിച്ച് ഞങ്ങൾക്കും ഈ VBSന്റെ ഭാഗമായി തീരുവാൻ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ജ്യോതി ടീച്ചർ എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളിയായിരുന്നു. യെസ്, അടിപൊളിയായിരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. മക്കളെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ?
നമ്മുടെ എക്സലിന്റെ VBS ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പാട്ടുകളും ആക്ഷനും ഒക്കെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ? ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ VBS നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നോ? കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ചർച്ച വന്നിട്ട് 1.5 വർഷമാകുന്നു. ദൈവം തന്ന ഒരു വലിയ ചിന്തയായിരുന്നു ഇവിടെ ഒരു VBS നടത്തണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ VBS ഇവിടെ നടത്തുവാനായിട്ട് കർത്താവ് കൃപ തന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്ത് വലിയ അനുഗ്രഹമായിരുന്നു, വിജയമായിരുന്നു. അനേക പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ ഇന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ കയറി വന്ന് പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി. അതുപോലെ ഒരു കുഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അവനെ സമർപ്പിക്കുവാനിടയായി. അത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഭയങ്കര വിജയമായിരുന്നു. അതിന് കൂട്ടായുള്ള പ്രവർത്തനം, ദൈവസഭയുടെ കൂട്ടായുള്ള പ്രവർത്തനം ഇതിന് പിൻപിലുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ദൈവസഭയ്ക്കും ഈ ദേശത്തിനും ഈ VBS അനുഗ്രഹമായിരുന്നു. എക്സലിൻ്റെ ടീച്ചേഴ്സ്, ഡയറക്ടേഴ്സ്, ഞാനിതുവരെ സംബന്ധിച്ചിട്ടുള്ള VBSൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ പാട്ടുകൾ എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടത്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങളോട് അനുകൂലം അല്ലെ അതിനോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന അതിന് ആവശ്യമായിരുന്ന തീമുകളും പാട്ടുകളൊക്കെ അതിനോട് ബേസിയുള്ളതായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. എക്സൽ മിനിസ്ട്രിയോടുമുള്ള പ്രത്യേക ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഡയറക്ടേഴ്സിനോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അക്സ. ഞങ്ങൾ എക്സൽ VBSൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഒത്തിരി പേര് ഇതിലൂടെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇതിലൂടെയാണ് സ്നാനപ്പെട്ടതൊക്കെയും ദൈവത്തെ കൂടുതൽ അറിയാനൊക്കെ പറ്റി. വളരെ നല്ല ഇതാണ്. എല്ലാവരും നല്ല ബിഹേവിയേഴ്സാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഇത്ര പറയാനുള്ളത്. നല്ലതായിരുന്നു VBS. മെഹിൻ VBS ഒക്കെ നല്ലതായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഇനിയും VBS നടന്ന ഞങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം എൻജോയ്. പ്രൈസ് ദി ലോർഡ്. വേൾഡ് റിവൈവൽ വർഷിപ്പ് സെൻറ്റർ മുക്കടയുടെ ആഭിമുഖ്യത്തിൽ നടന്ന എക്സൽ VBS വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായി എല്ലാത്തിനും പ്രവർത്തിപ്പാൻ സഹായിച്ചു. എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്യുവാൻ സഹായിച്ചു. ഞങ്ങളുടെ ആക്ഷൻ സോങ്ങുകളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. പഠന ക്ലാസ്സുകളും അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എക്സൽ VBSനെ ഇനിയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോഹാൻ. ഇതിപ്പം ഞങ്ങളുടെ ചർച്ചിലും VBS കഴിഞ്ഞു. ഈ എക്സൽ VBS ഒക്കെ സൂപ്പറായിരുന്നു. ഞങ്ങൾക്കെല്ലാം ദൈവത്തെ പറ്റിയും ഇതെന്താണെന്നുള്ളത് കൂടുതൽ അറിയാനായിട്ടിടയായി. പിന്നെ ഇതിൻ്റെ പാട്ടുകളായാലും ആക്ഷൻ സോങ്ങുകളായാലും എല്ലാം ഞങ്ങൾക്ക് കുറേ അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മുക്കട വേൾഡ് റിവൈവൽ മിനിസ്ട്രിയുടെ എക്സൽ VBS നടത്തുവാൻ ദൈവം സഹായിച്ചു. കുട്ടികൾക്ക് നന്നായി കടന്നു വരികയും നല്ല പാട്ടുകൾ പഠിക്കുവാനും നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ അധ്യാപകരൊക്കെ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു. അത് ദേശത്തിനും ഈ സഭയ്ക്കും ഒരു അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുവാൻ അവരെ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു VBS ആയിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ടീച്ചേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു. സാറുമാരും എല്ലാം നല്ല പാട്ടും നല്ല ആക്ഷൻ സോങ്ങും നല്ല ഈ കാലത്തിനെ പറ്റിയിട്ടുള്ള ഈ വല്ലാത്തൊരു കാലമാണ്, അതിനെപ്പറ്റി ഇപ്പം നല്ല നേരെ ചൊവ്വയെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടായിരുന്നു. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനും ഈ കാലത്തിന് പോക്കും ഓരോ ദുഷ്പ്രവൃത്തികളിൽ നിന്നൊക്കെ ദൈവത്തിലേക്ക് വരുവാനും അങ്ങനെയുള്ള ഓരോ നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളും ആക്ഷനും ഒക്കെ ആയിരുന്നു. ഇനിയും എക്സൽ VBS ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും VBS വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. മുക്കടയിൽ നടന്ന മനോഹരമായ VBSൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾ വളരെ എൻജോയ് ചെയ്തു. ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ പ്രാവശ്യത്തെ VBS വളരെ അനുഗ്രഹമായിരുന്നു. അവർക്ക് പേഴ്സണലി അനുഗ്രഹമായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. ഇവരുടെ ഡയറക്ടറായിട്ട് എനിക്ക് പോകാൻ സാധിച്ചു. അതുപോലെ എല്ലാവരും എനർജറ്റിക് ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളി സൂപ്പറായിരുന്നു. പാട്ടുകളും ആക്ഷനും കഥകളും ഒക്കെ നല്ല അടിപൊളിയാണ് നിങ്ങൾ. ഓക്കെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്നോട് എന്തെങ്കിലുമൊക്കെ ആൻസർ പറയുകയെങ്കിലും ചെയ്തല്ലോ. അതുകൊണ്ട് എനിക്കും സ്റ്റേജിൽ നിന്ന് അടിച്ചു പൊളിച്ച് നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ സാധിച്ചു. അത് വളരെ സന്തോഷമായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറയുന്നു. ബൈ.